വെടിനിർത്തൽ അംഗീകരിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക പറഞ്ഞത് ശരിയാണെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം. വിക്രം മിശ്രയുടെ പ്രതികരണമാണ് കണ്ടിരിക്കുന്നത്. വെടിനിർത്തൽ അംഗീകരിച്ചിരിക്കുന്നു, അതായത് അമേരിക്കയുടെ മാധ്യസ്ഥത്തിൽ നടന്ന ചർച്ചകൾ ഫലം ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആശ്വസിക്കാവുന്ന വാർത്ത. ഇന്ത്യയെ സംബന്ധിച്ച്, അതിർത്തിയെ സംബന്ധിച്ച് കാര്യം ഏതാനും ചില വരികളിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ അമേരിക്ക നടത്തിയ ചർച്ചയുടെ പിന്നാലെ ഇപ്പോൾ വെടിനിർത്തലിന് അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ വെടിനിർത്തിയിരിക്കുന്നു എന്നതാണ് ഇന്ത്യ സ്ഥിരീകരിക്കുന്നത്, ഇന്ത്യ പ്രഖ്യാപിക്കുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ കാര്യം, ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് വരുന്നത്. ഇന്ത്യ കൺഫേം സീസ് ഫയർ വിത്ത് പാകിസ്ഥാൻ എന്നതാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനം അത് ശരിയായിരിക്കുന്നു. വെടിനിർത്തൽ ഉണ്ടാവുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം ഇതാ അവസാനിക്കുകയാണ്. ഇന്ത്യ 5 മണി മുതൽ എന്ന് പറയുമ്പോൾ വിനീത വേണു വന്നു കഴിഞ്ഞിരിക്കുന്നു. വെടിനിർത്തൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ അത് കൺഫേം ചെയ്യുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ല, അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങൾക്കും കാത്തു നിൽക്കുന്നില്ല. ഏതാനും ചില വരികളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. 48 മണിക്കൂർ നേരത്തേക്കാണ് ഇപ്പോൾ വെടിനിർത്തൽ എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് വരുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കണം. വിക്രം മിശ്രിയുടെ വാക്കുകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകണം. ഇന്ത്യ ആ വാർത്ത സ്ഥിരീകരിക്കുകയാണ്. ഇന്ത്യ പാക് വെടിനിർത്തൽ നടപ്പായി കഴിഞ്ഞിരിക്കുന്നു, പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. 5 മണി മുതൽ ഏകദേശം General of Military Operations of India at 15:35 hours earlier this afternoon. It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will talk again on the 12th of May at 1200 hours. Thank you. അതാണ് സ്മൃതി. 12-ാം തീയതി വീണ്ടും DGMOമാർ, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, വീണ്ടും ചർച്ച നടത്തും ഇരു രാജ്യങ്ങളുമായി. അതുവരെ ഒരു സൈനിക നീക്കവും പാടില്ലെന്ന് കര, നാവിക, വ്യോമ സേനകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ 5 മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്.